ഓക്കെ അരുൺ, പാലക്കാട് എലപ്പുള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. യുവാവിനെ പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയായിരുന്നു. 2 ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർത്ത്. സംസ്ഥാനത്ത് ബാർ, ഹോട്ടലുകളിലും എക്സൈസ് സർക്കിൾ ഓഫീസുകളിലെയും വിജിലൻസിന്റെ മിന്നൽ പരിശോധന തുടരുന്നു. 66 ബാറുകളിൽ ഓപ്പറേഷൻ ബാർകോട്ട് എന്ന പേരിലാണ് പരിശോധന നടക്കുന്നത്. സെക്കൻഡ്സ് എന്ന പേരിൽ വ്യാജ മദ്യ വിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് പരിശോധനാ വിവരങ്ങൾ ബിനീഷാണ് നൽകുന്നത്. ബിനീഷ്, ഈ വ്യാജ മദ്യം ഒഴുക്കുന്നു എന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ പരിശോധന? പ്രത്യേകിച്ച് നാളെ ന്യൂ ഇയർ ആഘോഷമൊക്കെ നടക്കാനിരിക്കുകയാണല്ലോ ഇങ്ങനൊരു പരിശോധന നടക്കുന്നത്. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ചെത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വ്യാജമദ്യം ഉൾപ്പെടെയുള്ളവരുടെ ലഹരി ഉപയോഗം സംസ്ഥാനത്ത് സജീവമായി ഉണ്ടാകുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എക്സൈസ് വിഭാഗത്തിൽ ലഭിച്ചു. ഈ എക്സൈസ് വിഭാഗത്തിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം 66 ബാറുകളിൽ ഓപ്പറേഷൻ ബാർകോഡ് എന്ന പേരിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ തന്നെ നിരവധി ഈ സെക്കൻഡ്സ് എന്ന പേരിൽ വ്യാജമദ്യം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരവും അതിന്റെ ഈ വ്യാജമദ്യവും പിടികൂടുന്ന സാഹചര്യവും ഉണ്ടായി. വിജിലൻസ് പരിശോധനയിൽ എക്സൈസിലെ തന്നെ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പുതുവത്സരത്തിനോടനുബന്ധിച്ച് ഈ അളവിൽ കൂടുതൽ വ്യാജമദ്യം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്തേക്ക് എത്തുന്നു എന്ന സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ പരിശോധനകൾ ഇപ്പോൾ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. എക്സൈസ് സജീവമായി തന്നെ പരിശോധനകൾ നടത്തുന്നത്. എക്സൈസിന്റെ വിജിലൻസ് വിഭാഗവും എക്സൈസ് സംഘവും രണ്ടായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനാ സംവിധാനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒപ്പം എക്സൈസ് സർക്കിൾ ഓഫീസുകളിലും പരിശോധന നടത്തുന്നു. എക്സൈസ് സർക്കിൾ പരിധികളിലും ഉൾപ്പെടെ മറ്റു മേഖലകളിലും ഈ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പരിശോധന തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നാളെ ന്യൂ ഇയർ ആണ്. ന്യൂ ഇയറിന്റെ ആഘോഷങ്ങൾക്കായുള്ള വലിയ രീതിയിൽ വ്യാജ മദ്യങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരം കൃത്യമായി തന്നെ എക്സൈസ് വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ പുരോഗമിക്കുന്നത്.